നമുക്കൊരു സിലിക്കൺ വാലി എന്ന പ്രമേയത്തിൽ ടാൽറോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഒരുക്കുന്ന എഡ്യൂടെക് കോൺക്ലേവ് സീരീസിലെ എറണാകുളം ജില്ലാതല കോൺക്ലേവ് കൊച്ചി ലേ മെറിഡിയനിൽ നടന്നു. ടെക്നോളജി, വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം എന്നിവയിലൂന്നി കേരളത്തിലെ ക്യാമ്പസുകളെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രൂപം കൊണ്ട സിലിക്കൺ വാലി മോഡലിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ടാൽറോപ്പിന്റെ ആശയത്തിന് മികച്ച പിന്തുണയാണ് കോൺക്ലേവ് നൽകിയത്. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്ത കോൺക്ലേവിൽ ക്യാമ്പസ് മാനേജ്മെന്റ്, അക്കാദമിക് പ്രതിനിധികളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും വൻകിട ടെക് സംരംഭകരും പങ്കെടുത്തു. സമൂഹത്തിന്റെയും വ്യവസായത്തിന്റെയും ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ക്യാപ്പബിലിറ്റി അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കുണ്ടായിരിക്കണമെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി പി രാജീവ് പറഞ്ഞു. കോവിഡ് വന്നപ്പോൾ ലോകം നോക്കിയത് മരുന്നു കമ്പനികളിലേക്കല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. The academic institution should have the capacity to address the problems of the industries. ലോകത്ത് പുതിയൊരു പ്രശ്നമാണ് കോവിഡ്. ലോകം നോക്കിയത് ഓക്സ്ഫോർഡിലേക്കാണ്. വാക്സിൻ അവിടെ നിന്നാണ് വരുന്നത്, അല്ലാതെ മരുന്ന് കമ്പനിയിലേക്ക് നോക്കിയില്ല. അപ്പോൾ സമൂഹത്തിന്റെയും വ്യവസായത്തിന്റെയും ആവശ്യങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കണം. അതിൽ അക്കാഡമിക് കമ്മ്യൂണിറ്റി തന്നെ മാറണം. രണ്ട്, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ പ്രൊജക്റ്റുകൾ കൊടുക്കണം. ഒപ്പം ഇവിടെ നിന്നുള്ള സർവീസ് അവർ ഉപയോഗിക്കുകയും വേണം. ക്യാമ്പസുകളുടെ കോഴ്സ് അക്കാഡമിയുടെ പൊതുവെ സിലബസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിജിഡ് ആകാനാണ് നോക്കുക, ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും വിശദമായ സംവാദങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കി പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന പ്രോബ്ലം സെഗ്മെന്റിൽ എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളുടെയും കോളേജുകളുടെയും അക്കാദമിക് പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവച്ചു. എന്തായിരിക്കും ടാൽറോപ്പിന് ചെയ്യാൻ പറ്റുന്നത്? ടെക്നോളജിക്കൽ സൊല്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഓരോ സ്ഥാപനത്തിലും ഒരു മിനി സ്റ്റാൻഫോർഡ് സ്കൂൾ ആകണം. കേരളത്തിന് ആഗോള സാധ്യതകളെ ഉൾക്കൊള്ളുന്നതിന് സഹായകമായൊരു ഹൈബ്രിഡ് വിദ്യാഭ്യാസ മാതൃക പരിചയപ്പെടുത്തുന്നതായിരുന്നു തുടർന്ന് നടന്ന പാനൽ ഡിസ്കഷൻ. ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വികസിച്ചു വരേണ്ടതെന്ന് റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. ടെക്നോ പാർക്കുകൾ എന്ന് പറയുന്ന ആശയം, ഇതോടൊപ്പം നിങ്ങൾക്ക് തിരക്കഥ എഴുതുന്നവരുടെ ഒരു സ്കൂൾ ഉണ്ടാവാം, നിങ്ങൾക്ക് മീഡിയ സ്കൂളുകൾ ഉണ്ടാവാം, നിങ്ങൾക്ക് സ്പോർട്സ് ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടാവാം. ഇത്തരം പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ പ്രൊഫഷണൽ മാൻ ചെയ്യുന്ന സംവിധാനമായി നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും വരണം. നമുക്ക് ലോകത്തെ ഏറ്റവും മികച്ച കാലാവസ്ഥയുണ്ട്, ഏറ്റവും മികച്ച മനുഷ്യ വിഭവശേഷിയുണ്ട്. ആ മനുഷ്യ വിഭവശേഷിയുടെ കരുത്തിലാവണം നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക്. ഇത്തരത്തിലൊരു ഇക്കോസിസ്റ്റം നിലനിന്നതിനാലാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരുക്കിയ സിലിക്കൺ വാലിയിൽ നിന്നും ജെഫ് ബെസോസും സൂക്കർബർഗും ഉൾപ്പെടെയുള്ളവർ ഉയർക്കൊണ്ടതെന്ന് ടാൽറോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരുക്കി കൊടുത്ത ആ സിലിക്കൺ വാലിയിലേക്ക് വന്നിട്ട് ഒരു മാർക്ക് സുക്കർബർഗ് എന്നുള്ള 19 വയസ്സുകാരൻ ലോകത്തെ കണക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അവന്റെ ഐഡിയക്ക് സപ്പോർട്ട് ചെയ്യാൻ, അവന്റെ ഐഡിയ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ അവിടെ ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു. അവനൊരു ടീം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ, അവന് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ, അവന് ലീഗൽ സപ്പോർട്ട് കൊടുക്കാൻ, അവന് ഫണ്ട് കൊടുക്കാൻ, അവന്റെ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ, അത് സ്കെയിൽ ചെയ്യാൻ അവിടെ ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതുപോലെ ജെഫ് ബെസോസ് ഫേസ്ബുക്ക്, ആമസോൺ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സിലിക്കൺ വാലി ഉണ്ട്. അപ്പൊ മാർക്ക് സുക്കർബർഗും ജെഫ് ബെസോസുമാരും നമ്മുടെ സ്കൂളുകളിലെ ആവശ്യം പോലെ ഉണ്ട്, നമ്മുടെ കോളേജിലെ ആവശ്യം പോലെ ഉണ്ട്. ചോദ്യം ഇതാണ്, അവർക്കൊരു എക്കോസിസ്റ്റം സിലിക്കൺ വാലി പോലെ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ ചോദ്യമായിരുന്നു സത്യത്തിൽ ടാൽറോപ്പിന്റെ റിയലൈസേഷൻ. ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകണമെന്ന് റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ ചൂണ്ടിക്കാട്ടി. സെൻസെക്സ് 73,000 എന്നുള്ളത് ഒരു 1.5 ലക്ഷം സെൻസെക്സ് പോയിന്റിലേക്ക് കടക്കാനായിട്ട് അടുത്തൊരു 1.5-2 വർഷത്തിനകം റീച്ച് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടേക്കും ഉണ്ടാവുകയാണ്. ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം എക്വിപ്ഡ് ആവണം എന്നുള്ളതാണ്. നമ്മളുടെ ആൾക്കാരെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനനുബന്ധിച്ചിട്ടുള്ള ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് അടുത്ത് നിന്ന് ശേഖർ പറഞ്ഞ പോലെ നമുക്ക് ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ
പറ്റിയിട്ടില്ല. ടാൽറോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO ഷമീർ ഖാൻ സ്വാഗതം ആശംസിച്ച കോൺക്ലേവിൽ കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ, കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K മണി തുടങ്ങിയവരും ചർച്ചയുടെ ഭാഗമായി. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തണം. ആ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോകണം. അത് എയ്ഡഡ് കോളേജ് ആണെങ്കിലും ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും വലിയ യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഒക്കെ ആ രീതിയിലൊരു മാറ്റം പോയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ ചിലപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോകും, അല്ലെങ്കിൽ ഇവിടുന്ന് ബാംഗ്ലൂരിലുള്ള വേറെ യൂണിവേഴ്സിറ്റി പോകും, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകും. ടാൽറോപ്പ് ക്യാമ്പസുകൾക്ക് വേണ്ടി ഒരുക്കിയ സ്കൂളുകളെ ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജരാക്കുന്ന ടിക്കറ്റ് സ്കൂൾ, ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ തൊഴിലുറപ്പ് നൽകുന്ന ജോബ് ഷുവർ ക്യാമ്പസ്, ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബ് ഒരുക്കി അനവധി ഇൻഡസ്ട്രികളെ ക്യാമ്പസിലെത്തിക്കുന്ന ടെക്കി സ്പാർക്ക് എന്നീ പ്രൊജക്ടുകളുടെ പ്രസന്റേഷനും നടന്നു. എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ടെക്നോളജി എഡ്യൂക്കേഷൻ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ടാൽറോപ്പ് അട്ടപ്പാടിയിൽ ആരംഭിച്ച അട്ടപ്പാടി മിഷന്റെ കീഴിൽ എഞ്ചിനീയറിംഗ് കരിയറിലെത്തിയവരുടെ സാന്നിധ്യവും കോൺക്ലേവിനെ ശ്രദ്ധേയമാക്കി. റിപ്പോർട്ടർ, എറണാകുളം.